സംസ്ഥാന പട്ടയമേളയുടെ ഭാഗമായി മലബാറിലെ 6 ജില്ലകളിലും പട്ടയ വിതരണം നടന്നു. കോഴിക്കോട് മന്ത്രി എ കെ ശശീന്ദ്രനാണ് പട്ടയമേള ഉദ്ഘാടനം ചെയ്തത്. ഭൂരഹിതരെ കണ്ടെത്തി ഭൂമിയുടെ ഉടമകളാക്കി ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായി നടന്ന ജില്ലാതല പട്ടയ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 2819 പേർക്കാണ് പട്ടയം നൽകുന്നത്. ബാക്കിയുള്ളവർക്കും താമസിയാതെ നൽകുന്നതിനുള്ള പരിപാടികൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 2619 പേർക്കാണ് പട്ടയം ലഭ്യമാക്കിയത്. ഇനിയും ലഭിക്കാൻ ബാക്കിയുള്ളവർക്ക് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പട്ടയം നൽകാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ലാൻഡ് ട്രിബ്യൂണൽ പരിധിയിൽ നിന്ന് 1784 പട്ടയങ്ങൾ, വടകര ലാൻഡ് ട്രിബ്യൂണൽ പരിധിയിൽ നിന്ന് 700 പട്ടയങ്ങൾ, ദേവസ്വം ട്രിബ്യൂണലിൽ നിന്ന് 50 പട്ടയങ്ങൾ, സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കുന്ന വിഭാഗത്തിൽ നിന്ന് 34 51 മിച്ചഭൂമി പട്ടയങ്ങളും ആണ് വിതരണം ചെയ്തത്. കാസർഗോഡ് ജില്ലയിൽ പുതുതായി 1144 പേർ ഭൂമിയുടെ അവകാശികളായി. 868 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 66 ലാൻഡ് ട്രിബ്യൂണൽ ദേവസ്വം പട്ടയങ്ങളും 1964 റൂൾ പ്രകാരം 148 LA പട്ടയങ്ങളും 31 വനഭൂമി പട്ടയങ്ങളും 3 ലാൻഡ് ബാങ്ക് പട്ടയങ്ങളും 19 മിച്ചഭൂമി പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 7 വർഷത്തിൽ 39,840 പട്ടയങ്ങളുടെ വിതരണം നടത്തിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ജില്ലയിൽ നടന്ന പട്ടയമേളയിൽ 6026 പട്ടയങ്ങളുടെ വിതരണമാണ് നടന്നത്. മലപ്പുറം ജില്ലയിൽ 5778 പേർക്കാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത്. മന്ത്രി വി അബ്ദുറഹ്മാൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്തു. വയനാട് ജില്ലയിലെ പട്ടയമേളയിൽ 429 പേർക്ക് ഭൂരേഖകൾ സ്വന്തമായി. LA പട്ടയം 130, LT പട്ടയം 172, മിച്ചഭൂമി പട്ടയം 32, വനാവകാശ രേഖ 95 എന്നിങ്ങനെയാണ് വിതരണം ചെയ്ത പട്ടയങ്ങൾ. 6 പട്ടയമേളകളിലായി ഇതുവരെ 4416 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കണ്ണൂർ ജില്ലാതല പട്ടയമേളയിൽ വിതരണം ചെയ്തത് 2342 പട്ടയങ്ങളാണ്. ഇവയിൽ 2076 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളാണ്. കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലയിലെ പട്ടയ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.